ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ ടിപ്സുകളാണ്, എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അങ്ങോട്ട് യൂസ്ഫുൾ, പല സമയങ്ങളിൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് യൂസ്ഫുൾ ആയിട്ട് ഉള്ള ടിപ്സുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പുളി സൂക്ഷിച്ച് വെക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പുളി സൂക്ഷിച്ച് വെക്കുന്നത് ഒരുപാട് പണികളൊക്കെ എടുത്തിട്ടാണ്. അതായത് നമ്മൾ ആദ്യം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്കിതിൽ പ്രാണികളോ പുഴുക്കളോ ഒന്നും കയറാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇത് കുരു കളയാത്ത പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു ഉപ്പ് എല്ലാ ഭാഗത്തും, പുളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല, അതുപോലെ തന്നെ അതിൻ്റെ കുരു കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഒട്ടും തന്നെ പ്രാണികൾ കയറാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഈ രീതി എന്ന് പറയുന്നത്. ഉപ്പ് നമുക്ക് കല്ലുപ്പ് വേണമെന്നുണ്ടെങ്കിലും അത് പൊടിയുപ്പ് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ എടുക്കാവുന്നതാണ്. ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് സൂക്ഷിച്ച് വെക്കുകയാണ് വേണ്ടത് കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പാത്രത്തിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുളി കുതിർത്തുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ പുളി കുതിർത്ത് ഇടാനായിട്ട് നമ്മൾ മറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പുളി കുതിർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ പുളി നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിലോ പുറത്ത് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഒരുപാട് നാളത് നന്നായിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഓയിൽ നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാലോ, ഒരുപാട് ഓയിലൊക്കെ ആയിട്ടുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മീൻ വറുക്കുകയാണെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഇട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ പാത്രത്തിൽ ഇതേപോലെ ഒരുപാട് ഓയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയായാലും നമ്മളത് വാഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകി ആ ഒരു രീതിയിലായിരിക്കും വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആകെ എണ്ണമെഴുക്കൊക്കെ പറ്റിയിട്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത രീതിയിൽ, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഓയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയാണ് ഇട്ട് കൊടുത്തത്. ഒരു സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും, അപ്പോൾ ആ ഒരു ഓയിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നമുക്ക് ഇത് വാഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ അങ്ങനെ കഴുകിയെടുക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിലുള്ള ഓയിലെല്ലാം തന്നെ നമുക്ക് നീക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലുള്ള എല്ലാം തന്നെ പോന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പാന് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക മാത്രമേ വേണ്ടൂ. ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക മാത്രമേ വേണ്ടൂ. നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് എന്താണ് എന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ പയറുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പൊടികളൊക്കെ, മൈദയോ റവയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നാൾ ഇരിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിലൊന്നും ആക്കി വെച്ചില്ലെങ്കിലും, ഇനിയിപ്പോൾ ആക്കി വെച്ചാലും തന്നെ കുറച്ച് നാൾ ഇരിക്കുമ്പോൾ അതിൽ പ്രാണികളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. പ്രാണികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു പറക്കുന്ന തരത്തിലുള്ള ഈച്ചകളൊക്കെ കയറി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പയർവർഗ്ഗങ്ങളോ എങ്ങനെ ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവുക ഇതേപോലെയാണ്. എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് അങ്ങോട്ട് വെക്കുകയായിരിക്കും ഉണ്ടാവുമല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നാശമാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ഒരു കായത്തിൻ്റെ ഒഴിഞ്ഞൊരു കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല്, ആ ഒരു കായത്തിൻ്റെ ഒരു സ്മെല്ല് കാരണം ഇതിലേക്ക് പ്രാണികളൊന്നും പെട്ടെന്ന് കയറില്ല. അപ്പോൾ നമുക്കത് തുറന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ഒരുമിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പ്രാണികളോ പുഴുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കയറുന്നതല്ല. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട്
എയറൊന്നും കടക്കാത്ത രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടിപ്പ് കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതേപോലെ പയറുവർഗ്ഗങ്ങളെല്ലാം പാത്രങ്ങളിലാക്കി സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് നാളിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതിൽ പ്രാണികൾ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി, അതായത് ഒരു 2 പിഞ്ചൊക്കെ തന്നെ മതിയാവും. ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞിട്ട് നമ്മൾ പയറുവർഗ്ഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളോ ഒക്കെ ആയിക്കോട്ടെ അതിട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക. അപ്പോൾ അതിൽ പ്രാണികളൊന്നും കയറാതെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് നാളത് അങ്ങോട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്കെല്ലാവർക്കും അറിയാം സോയാബീൻ. ഇത് നമ്മൾ ഇതേപോലെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് അധികം നാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പൊടിഞ്ഞു പോവാറുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ ആവാറുണ്ട്. അത് അതിൽ പ്രാണികൾ കയറി ഇരുന്നിട്ടാണ്. അപ്പോൾ അതിലുള്ള പ്രാണികളൊന്നും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് പോയിട്ട് ആകെതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരുതരം പറക്കുന്ന പ്രാണികളൊക്കെ ഇതിൽ കയറി ഇരിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കായപ്പൊടി ഒരു ലേശം മാത്രം നമുക്ക് എടുത്തിട്ട് ഇതേപോലെ പൊതിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സോയാബീനിൽ ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പ്രാണികളൊന്നും കയറാതെ തന്നെ ഒരുപാട് നാൾ അത് ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മുന്തിരി സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചില സീസണിലൊക്കെ നമുക്ക് മുന്തിരിയൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. നന്നായിട്ട് വില കുറഞ്ഞൊക്കെ കിട്ടാറുണ്ട്. നല്ല മുന്തിരിയൊക്കെ നന്നായിട്ട് വില കുറഞ്ഞായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വാങ്ങി വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്ത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് ചീഞ്ഞു പോവാറുണ്ട് അല്ലേ. ചീഞ്ഞു പോവും, അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി അങ്ങനെയൊക്കെ ആവാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് നമുക്ക് കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മുന്തിരിയിലൊക്കെ ഇതേപോലെ ഒരുപാട് അഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അതിലെന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ ചേർക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കളഞ്ഞിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് മുന്തിരിയൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഞാൻ കാണിക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇത് ഒരുപാടുണ്ട്, അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കൊലകളായിട്ടുള്ളതൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ചെറിയ തരം മുന്തിരി നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുവിധം ചെറുതാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലെ ഒരുപാട് അഴുക്കും പൊടികളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇത് ഇട്ട് വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ ഉപ്പ് ആണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് എല്ലാവർക്കും അറിയാം, നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇട്ട് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ വെള്ളം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മുന്തിരിക്കൊലയിൽ നിന്നൊക്കെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അതിന് ശേഷം നമ്മളൊരു 2-3 പ്രാവശ്യമായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും തന്നെ അതിലുള്ള വിഷാംശമൊക്കെ പോവുകയും ചെയ്യും. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേപോലെ കേടുകളുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. പൊട്ടിയതോ ഒക്കെ ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വളരെ നല്ലത് മാത്രമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ 1 മിനിറ്റിൽ താഴെ മാത്രം നമ്മളതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം ചെയ്യുക. അത് പൊട്ടിപ്പോവാനോ ഒന്നും പാടില്ല, മുന്തിരിങ്ങ പൊട്ടിപ്പോകാൻ പാടില്ല. എന്നിട്ട് അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നിൽ തൊടാത്ത രീതിയിൽ നിരത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മളിത് ഉണക്കാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 പാത്രത്തിലൊക്കെ ആയിട്ട് നിരത്തി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്റ്റീം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2 ദിവസം വെയിലത്ത് വെച്ചപ്പോഴുണ്ടായി ഉണങ്ങി കിട്ടിയതാണ് ഈ രീതിയിൽ. നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതിൽ കുറച്ച് ചെറിയ മുന്തിരിയൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വലുതൊക്കെ ഇപ്പോഴും തന്നെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആവാൻ
ആവാനുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയൊക്കെ ഒന്ന് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം കൂടി നമുക്കിത് നന്നായിട്ട് വെയിലത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് 3-ാമത്തെ ദിവസം ഉണക്കിയെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാ എല്ലാം നല്ല പോലെ തന്നെ ഉണങ്ങി നല്ല ഒരു രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഒരുപാട് കാശൊക്കെ കൊടുത്തിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മുന്തിരിയൊക്കെ ഉണക്കമുന്തിരിയൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് ഇതേപോലെ മുന്തിരിങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാശൊക്കെ നമുക്ക് ലാഭമാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നന്നായിട്ട് ക്ലീൻ ആക്കിയ ഒരു പാത്രത്തിലേക്ക്, ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത പാത്രത്തിലേക്ക്, അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം, നമുക്കറിയാലോ വെയിലത്ത് വെച്ച് കൊണ്ടുവരുമ്പോൾ എന്തായാലും അതിൽ ചൂടുണ്ടാവും. അപ്പോൾ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ഏതെങ്കിലും പാത്രത്തിലേക്ക് നമുക്ക് ആക്കി വെക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അത് അടച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, നമുക്ക് പുറത്ത് തന്നെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണക്കിയെടുത്തിരിക്കുന്ന മുന്തിരി നമുക്കൊന്ന് വറുത്ത് നോക്കാം. കണ്ടില്ലേ, വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് ഇത് വറുത്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. നല്ല ഒരു പെർഫെക്റ്റായ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മുന്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മുന്തിരിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഇനി ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.